അപ്പൂപ്പൻ ധ്യാനത്തില, അതാ ഓമെന്ന് ഉറക്കെ പറയുന്നേ. തുടങ്ങിയേ ഉള്ളൂ, ഇനി അരമണിക്കൂർ കാണാം. അപ്പൂപ്പ ചായ. പേപ്പർ വേണ്ട അപ്പൂപ്പ? അപ്പൂപ്പ ഒരു സംശയം. അപ്പൂപ്പൻ ധ്യാനത്തിന് മുമ്പ് പല പ്രാവശ്യം ഇങ്ങനെ ഉറച്ച് ഓമെന്ന് പറയുന്നില്ലേ, അതെന്തിനാ? ശരിയാ, വൈ? ഓം ഉറച്ച് അപ്പൂപ്പൻ ജീവിക്കും. അത് കഴിഞ്ഞ് ശബ്ദം കുറച്ച് കൊണ്ടുവന്ന് പതുക്കെ ഓം എന്ന് പറഞ്ഞ് മനസ്സിലോ ജപിക്കുമ്പോൾ അപ്പം ധ്യാനത്തിലാകും. പക്ഷേ which god are you praying to? പരബ്രഹ്മം. New god, is it? പരബ്രഹ്മം നീ കേട്ടിട്ടില്ലേ? അത് നമ്മുടെ ഈ വിശ്വമില്ലേ, പ്രപഞ്ചം മുഴുവൻ അത് സൃഷ്ടിച്ച് ഇങ്ങനെ നിലനിർത്തുന്നതാണ് പരബ്രഹ്മം. അത് തന്നെയാണ് നമ്മുടെ ആത്മാവ്, പരമാത്മാവ് എന്ന് പറയില്ലേ, അതും അത് തന്നെ. ആ പരബ്രഹ്മത്തിനെ ഉണർത്താനാണ് അപ്പൂപ്പൻ ഓം ജപിക്കുന്നത്. ഓഹോ, so he was sleeping. ഉറങ്ങുകയായിരുന്നു അല്ലേ? എടാ അങ്ങനെ പറയാതെ, he is our ultimate god. അവക്കെല്ലാം കളിയാണ്. ഓം എന്ന് പറയുന്നത് നമ്മുടെ സോള് തന്നെയാണ്, ഈശ്വരൻ, നമ്മിലുള്ള കോൺഷ്യസ്നെസ്. നിന്നിലുമുണ്ട്, അവളിലുമുണ്ട്. ആ കോൺഷ്യസ്നെസ്സിനെ ഉണർത്താനാണ് എന്ന് പറഞ്ഞാൽ ഇൻവോക്ക് ചെയ്യാനാണ് അപ്പൂപ്പൻ ഓം എന്ന് പറയുന്നത്. അത് തന്നെയല്ലേ നമ്മുടെ ഈ ആത്മാവെന്ന് പറയുന്നേ? അതെ. അപ്പോൾ പരമാത്മാവിനെ നമ്മൾ ഓം എന്ന് പറഞ്ഞാണോ ഇൻവോക്ക് ചെയ്യുന്നത്? അതെ മോളെ. പിന്നെ ഓമിന്റെ അർത്ഥം എന്താണ്? ഓം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചനാഥൻ തന്നെയാണ്. മനസ്സിലായില്ലേ? നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒറിജിനൽ ഒരു ഇൻഹറന്റ് നാദമാണ് ഓം. അങ്ങനെ ഒരു ശബ്ദമുണ്ടോ? ഞാൻ കേട്ടിട്ടേ ഇല്ല. നീ കണ്ണടച്ച് വേറെ ഒന്നും ശ്രദ്ധിക്കാതെ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്ക്, അങ്ങനെ കേൾക്കാൻ പറ്റും. I've heard that before, പക്ഷേ what exactly does it mean? What does om mean? ഉപനിഷത്തും ഭഗവത്ഗീതയൊക്കെ പറയുന്നത് ഓം ഇതി ഏകാക്ഷരം ബ്രഹ്മ എന്നാണ്. അമ്മോനപ്പൂപ്പ, എനിക്കൊന്നും മനസ്സിലാവണില്ല. അപ്പോൾ പറഞ്ഞുതരാം. ഏക അക്ഷരം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ, ഏകം എന്ന് പറഞ്ഞാൽ ഒന്ന്, ബ്രഹ്മ ഈ പരബ്രഹ്മം ഒന്നേ ഉള്ളൂ. അക്ഷരം എന്ന് പറഞ്ഞാൽ ക്ഷരമില്ലാത്തത്, നാശമില്ലാത്തത്, അത് സനാതനമാണ്, എന്നും നിലനിൽക്കുന്നു. ആ ഏകാക്ഷരം ബ്രഹ്മയാണ് ഓം എന്നാണ് പറയുന്നത്. ക്ലിയറായോ? ഓ, അപ്പോ ഈ പരമാത്മാവിനെയാണോ നമ്മൾ ഓം എന്ന് പറഞ്ഞ് ആവാഹിക്കുന്നത്? അതെ. ഈ ഓം എന്ന് പറയുന്നത് 3 അക്ഷരങ്ങൾ ചേർന്നാണ്. ആ, ഉ, മ. അതൊന്നിച്ച് പറയുമ്പോൾ ഓം എന്ന് പറയും. ഈ 3 അക്ഷരങ്ങൾ കാണിക്കുന്നത് നമ്മുടെ 3 അവസ്ഥകളാണ്. അതെന്താ ഈ 3 അവസ്ഥകൾ അപ്പൂപ്പ? അവസ്ഥകളെന്ന് പറഞ്ഞാൽ മോളെ, നമുക്ക് ജാഗ്രത അവസ്ഥ എന്നൊരവസ്ഥ, അതായത് നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ. ആ അവസ്ഥയിൽ നമ്മളെല്ലാം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നു, നമ്മൾ ചലിക്കുന്നു എല്ലാം. അതാണ് ആ എന്ന അക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുകയാണ്, എന്നാൽ ഉറങ്ങുകയല്ല, സ്വപ്നം കാണുന്ന അവസ്ഥ. ആ സ്വപ്നം കാണുന്ന അവസ്ഥയാണ് ഉ എന്ന അക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തെ അവസ്ഥ നമ്മൾ ഡീപ്പ് സ്ലീപ്പാണ്, ഒന്നും അറിയുന്നില്ല, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്ന അവസ്ഥ. ഞാൻ സുഖമായി ഉറങ്ങി എന്നൊക്കെ പറയാറില്ലേ, ആ അവസ്ഥ.
ആ മൂന്നവസ്ഥയും ചേർന്ന് ഇരിക്കുന്ന അവസ്ഥയാണ് ഓം. അതാണ് നമ്മുടെ സോൾ. മനസ്സിലായോ? ഈ ശരീരവും മൂന്നവസ്ഥയിലുണ്ടല്ലോ. ആ, ശരീരവും മൂന്നവസ്ഥയും അറിയുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ ശരീരം അറിയുന്നുണ്ടോ? നമ്മുടെ ചെവിയും കേൾക്കുന്നില്ല, കണ്ണും കാണുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇതെല്ലാം കാണുന്നത് ആത്മാവാണ്, അല്ലേ? അപ്പോൾ അതാണ് ഓം എന്ന് പറയുന്നത്. ഇറ്റ്സ് റിയലി ഡീപ്പ്. അതെ, ഹിന്ദു ധർമ്മത്തിൻ്റെ അടിസ്ഥാന ശിലയാണ് ഓം. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഓമിനെ പറ്റി പറയാനായിട്ടൊരു പ്രത്യേക ഉപനിഷത്ത് തന്നെയുണ്ട്. മാണ്ഡൂക്യ ഉപനിഷത്ത് കേട്ടിട്ടുണ്ടോ? ആ ഉപനിഷത്തിൽ 12 ശ്ലോകമേ ഉള്ളൂ. അപ്പോൾ അത് പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തരാനായിട്ട് ശങ്കരാചാര്യർ ഭഗവാനില്ലേ, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ഗൗഡപാദർ 215 ശ്ലോകം കൊണ്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു പുസ്തകം. അതെ, ഉപനിഷത്ത് ദൈവം തന്നെയാണ്. ആ മന്ത്രം, ഓം എന്നുള്ള പ്രണവ മന്ത്രം, ദൈവം തന്നെയാണ്. ആ ഉപനിഷത്ത് കേൾക്കാൻ വായിക്കാൻ നല്ല രസമാണ്. ന ബഹിഷ്പ്രജ്ഞം ന അന്തഃപ്രജ്ഞം ന ഉഭയതപ്രജ്ഞം ന പ്രജ്ഞം ന അപ്രജ്ഞം, ഇങ്ങനെ പറഞ്ഞു പോകും. എന്ന് പറഞ്ഞാൽ നമുക്ക് വെളിയിൽ നടക്കുന്നു പറഞ്ഞുകൂടാ, അകത്ത് നടക്കുന്നു പറഞ്ഞുകൂടാ, എന്നാൽ എല്ലാം അറിയുകയും ചെയ്യാം. കോൺഷ്യസ് ആണ് എന്നാൽ കോൺഷ്യസ് അല്ല, വേറെ വെളിയിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയാണ് തുരീയാവസ്ഥ. അത് നമ്മൾ ദൈവവുമായിട്ട് ഏകീഭവിക്കുകയാണ്. മനസ്സിലായോ? അതിനാണ് ഉപനിഷത്ത് പറഞ്ഞു വരുന്നത്. അങ്ങനെ പറഞ്ഞു വന്നിട്ട് ഉപനിഷത്ത് പറയാണ് അയമാത്മാ ബ്രഹ്മ. അതൊരു മഹാവാക്യമാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവ് തന്നെയാണ് ബ്രഹ്മം, ഞാൻ തന്നെയാണ് ഈശ്വരൻ. അതാണ് ഹിന്ദുയിസത്തിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ. ഓക്കെ, അല്ല, ഐ ഡിഡ്ന്റ് നോ ഓമിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. ട്രൂ. ഞാനും വിചാരിച്ചു ആളുകൾ എന്ത് ജപിക്കുന്നതിന് മുമ്പും ഓം എന്ന് പറഞ്ഞല്ലേ തുടങ്ങുന്നത്. ചുമ്മാ എന്തോ ചെയ്യുക, മെക്കാനിക്കലായി ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അല്ല, they also might not know what they're saying. ഈ ഓമെന്ന് ജപിച്ച് വേണം ഏത് നല്ല കാര്യവും തുടങ്ങാൻ, അല്ലെങ്കിൽ ഏത് മന്ത്രം ജപിക്കാനായിട്ട്. കാരണം വെച്ചാൽ നമ്മൾ ആ അൾട്ടിമേറ്റ് ഗോഡിനെ ഇൻവോക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് വേണം മന്ത്രം ജപിക്കാൻ. ഓക്കെ, മനസ്സിലായി. അപ്പൂപ്പ, ഒരു സംശയവും കൂടിയുണ്ട്. ഓം എന്ന് പറഞ്ഞിട്ട് ശാന്തി 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 അങ്ങനെ 3 തവണ എന്തിനാ അപ്പൂപ്പ പറയണേ? നമ്മളെ മനുഷ്യന് ഈ ഭൂമിയിൽ നിന്നും സെലസ്റ്റിയൽ ഫോഴ്സസിൽ നിന്നും ഒക്കെ ആയിട്ട് പല പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട്. അതിനെ നമ്മൾ പറയുന്ന ആധി എന്നാണ്. അപ്പോൾ ഈ സെലസ്റ്റിയൽ ഫോഴ്സസിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ദൈവികം എന്ന് പറയും. ആദി ദൈവികം, അവിടെ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ട്. അതിന് ഉദാഹരണം പറഞ്ഞാൽ സുനാമി, അല്ലെങ്കിൽ ഒരു ഭൂമി ഉൽക്കം, മനസ്സിലായില്ലേ? അതിൽ നിന്ന് ശാന്തി. രണ്ടാമത്തെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഭൗമികമാണ്. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നത്, അത് ആധിഭൗതികം. അത് അതിന് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു കാറ് വന്നിടിക്കുന്നു, അല്ലെങ്കിൽ ഒരു പട്ടി കടിക്കുന്നു, അല്ലെങ്കിൽ ഒരു തേങ്ങ വില വീഴുന്നു. അതൊക്കെ ഭൂമിയിൽ നിന്നുണ്ടാകുന്ന കാരണങ്ങളുണ്ട്. അങ്ങനെയുള്ളത്. മൂന്നാമത്തെ ആധി നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ്, നമ്മുടെ ശരീരത്തിൽ നിന്നുണ്ടാകുന്നു എന്ന് പറയാം. തലവേദന വന്നു, അല്ലെങ്കിൽ ശരീര അസുഖങ്ങൾ വന്നു, ഈവൻ ഡിപ്രഷൻ വരുന്നു, അതൊക്കെ നമ്മളിൽ നിന്ന് തന്നെയല്ലേ ഉണ്ടായത്. അതാണ് ആധ്യാത്മികം, ആധ്യാത്മികം. മനസ്സിലായില്ലേ? ഈ 3 രീതിയിലാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഭഗവാനോട് പറയണു ഓം ശാന്തി ശാന്തി ശാന്തി. ഈ 3-ൽ നിന്നും എന്നെ രക്ഷിക്കണേ ഭഗവാൻ. ക്ലിയർ? താങ്ക് യു അപ്പൂപ്പ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഓമിന് ഇത്ര വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. ഇപ്പോഴാണ് എനിക്ക് ഓം എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും മനസ്സിലായത്. മനസ്സിലായല്ലോ? നിനക്കും മനസ്സിലായല്ലോ? മനസ്സിലായി അപ്പൂപ്പ.
മനസ്സിലായ സ്ഥിതിക്ക് ഇനി ചെയ്യേണ്ടത് എന്നും കഴിയുമെങ്കിൽ 5 മിനിറ്റെങ്കിലും ഓംകാര ഉപാസന ചെയ്യണം. ഓംകാര ഉപാസന എന്ന് പറഞ്ഞാൽ കണ്ണടച്ചിരുന്ന് ഉറച്ചോ അങ്ങനെ കുറച്ച് പറഞ്ഞിട്ട് പിന്നെ കുറേശ്ശെ ശബ്ദം കുറച്ച് പറഞ്ഞ് പിന്നെ മനസ്സിൽ പറയണം. അങ്ങനെ നിങ്ങൾ പറയാൻ ശീലിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മെഡിറ്റേറ്റീവ് മൂഡിലേക്ക് പോകാൻ പറ്റും. അതാണ് ശരിയായ പൂജ. ഈ ഓമിനപ്പുറം വേറെ ഒന്നും വേണ്ട. അത് തന്നെ ജപിച്ചാൽ ധാരാളമായി. ഓക്കെ, ജപിക്കുമോ നിങ്ങൾ? ശരി.